ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ മാമിയുടെ വീട്ടിൽ പോയി. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തു അൽഫാം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ മാമിയുടെ മോളും കൂടെ നേരെ കോഴിക്കടയിലോട്ട് പോയി. എന്നിട്ട് നമ്മൾ 2 കോഴീനെയൊക്കെ ഓർഡർ ചെയ്തു. ഒരു 4 കിലോ പറഞ്ഞു 2 കോഴി. എന്നിട്ട് വീട്ടിൽ വന്ന് യൂട്യൂബിലൊക്കെ നോക്കി അൽഫാം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്തു. ഞാൻ ആദ്യം മസാല റെഡിയാക്കേണ്ടത് എടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ നൈസായിട്ടൊന്ന് അരച്ചെടുത്തു. മല്ലിയിലയും കൂടെ ചേർത്താണ് അരച്ചെടുത്തത്. നെക്സ്റ്റ് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് തൈര്, ഇത്രയും കൂടെ ഇട്ടാണ് ഇതിൻ്റെ മസാല തയ്യാറാക്കിയെടുത്തത്. ഇതൊരു സ്പെഷ്യൽ മസാലയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലോണം മസാല സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ചെയ്ത പരിപാടി, ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാണ്. അൽഫാമിന് വേണ്ടിയാണ് കട്ട് ചെയ്തുകൊണ്ട് വന്നത്. എന്നിട്ട് അത് ഇതുപോലൊന്ന് വരഞ്ഞെടുക്കണം. മസാലയൊക്കെ നല്ല രീതിയിൽ ചിക്കൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ വരഞ്ഞെടുക്കണം. വരഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചവരാണ് ഉള്ളി തൊലിക്കാനും വെളുത്തുള്ളി തൊലിക്കാനൊക്കെ എൻ്റെ മാമിയുടെ മക്കൾ തന്നെയാണ്. എന്നിട്ട് ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചു. നല്ല രസമാണ് ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോഴുള്ള പരിപാടി. മാമി അവിടെ കണൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഗ്രില്ലും ഇവിടെ സെറ്റാണ്. മാമി തീ കത്തിച്ച് വെക്കം തീയൊക്കെ കത്തി ചിരട്ടയൊക്കെ വാരിയിട്ട് വെക്കം നമ്മൾ കണലാക്കി. നമ്മുടെ ബാക്കിലുള്ള പ്രവർത്തകർ പോയി കല്ലൊക്കെ പെരെടുത്ത് പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇൻ്റർലോക്കിൻ്റെ ഇതുമൊക്കെ എടുത്ത് കണൽ സെറ്റ് ചെയ്തു. നല്ല രീതിയിൽ കണലായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മാമിയാണ് അതൊക്കെ ചെയ്യുന്ന പരിപാടി. എന്നിട്ട് ചിക്കനെല്ലാം നിരത്തി വെച്ച് സെറ്റ് ചെയ്തിട്ട് കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ മസാല ജസ്റ്റ് ഇത് തിരിച്ചിടുമ്പം മസാലയും ഓയിലും കൂടെ ജസ്റ്റ് പിന്നെ ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ എല്ലാം ഹോം മെയ്ഡായിട്ടാണ്, ഒന്നും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചില്ല. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചോറുണ്ടായിരുന്നു. പിന്നെ മയോണൈസ് നമ്മൾ പ്രിപ്പയർ തന്നെ ചെയ്തതാണ്. അതുപോലെ തന്നെ ചപ്പാത്തിയും. ഈ മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കയറി കാണുക. വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.